അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദി വമൻ യുദ്ലിൽ ഫലൻ തജിദ ലഹു വലിയ്യൻ മുർഷിദാ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന നബിയ്യനാ മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وذروا ما بقي من الربا إن كنتم مؤمنين فإن لم تفعلوا فأذنوا بحرب من الله ورسوله وإن تبتم فلكم رؤوس أموالكم لا تظلمون ولا تظلمون. ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ, സൂക്ഷ്മതയോടെ ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഖുതുബയിൽ പലിശയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ബാങ്ക് ഇടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നാം പരാമർശിക്കുകയുണ്ടായി. വളരെ വ്യാപകമായ തരത്തിൽ കേരളം ആ വിഷയം ചർച്ച ചെയ്യുന്നു എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട്. പക്ഷേ അതിനോടുള്ള ചില പ്രതികരണങ്ങളിൽ നിന്ന് എനിക്ക് തോന്നിയത് ഞാനെന്തോ പലിശയെ ഹലാലാക്കാൻ ആഹ്വാനം നൽകി എന്ന അർത്ഥത്തിലാണ് കണ്ടത്. പലിശയെ സംബന്ധിച്ച് യാതൊരു നീക്കുപോക്കും ഇസ്ലാമിനോ ഖുർആനിനോ ഇല്ല, ഒരു ധർമ്മശാസ്ത്രത്തിനുമില്ല. തോറയിലും ബൈബിളിലും ഭാരതീയ നിയമ സംഹിതയിലുമൊക്കെ പലിശ അങ്ങേയറ്റം വെറുക്കപ്പെട്ടതും ഉപേക്ഷിക്കപ്പെടേണ്ടതുമാണ് എന്ന് നിസ്സംശയം പറഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് ഖുർആനും ആവർത്തിച്ചിട്ടുള്ളത്. പലിശ ചൂഷണാത്മകമാണ്. അത് സമൂഹത്തെ തകർക്കും, വ്യക്തികളെയും കുടുംബങ്ങളെയും തകർക്കും, രാജ്യത്തെ തകർക്കും, ഉൽപാദനക്ഷമത കുറക്കും. പണമുള്ളവൻ ഇങ്ങനെ പണത്തെ പണം കൊണ്ട് പെരുപ്പിക്കുന്ന വളരെ മോശമായ സാമ്പത്തിക ഇടപാടുകളിലേക്ക് തിരിയും. അതോടുകൂടി ഉൽപാദനങ്ങൾ ഇല്ലാതാകും, നാട്ടിൽ അരാജകത്വം ഉണ്ടാകും. ഇതൊക്കെ ഭാരതത്തിലെ അർത്ഥശാസ്ത്രത്തിലും ലോകത്തിലെ എല്ലാ നീതിശാസ്ത്രങ്ങളിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇത് ആർക്കും അംഗീകരിക്കാൻ സാധിക്കാത്തതാണ്. പലിശ എന്നത് വിശുദ്ധ ഖുർആൻ ദൈവത്തോടുള്ള യുദ്ധം എന്ന്, അള്ളാഹുവിനോടുള്ള യുദ്ധം എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള വളരെ മാരകമായ ഒരു സാമ്പത്തിക കുറ്റകൃത്യമാണ്. ഞാനിവിടെ ഓതിവെച്ച ആയത്തുണ്ടല്ലോ, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വദറൂ മാ ബഖിയ മിനർ റിബാ ഇൻ കുൻതും മുഅ്മിനീൻ. വിശ്വാസികളെ, നിങ്ങൾ ഭക്തിയുള്ളവരാവുക, നിങ്ങൾ പലിശ ഉപേക്ഷിക്കുക, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ. ഫഇൻ തുബ്തും ഫലക്കും റൂഉസു അംവാലിക്കും. നിങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ കൊടുത്ത ക്യാപിറ്റൽ, അതിൻ്റെ ആ മുടക്ക് മുതൽ, അത് നിങ്ങൾക്കുള്ളതാണ്. ഇനി അങ്ങനെ നിങ്ങൾ മടങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ ഫഇൻ ലം തഫ്അലു ഫഅ്ദനൂ ബിഹർബിൻ മിനല്ലാഹി വറസൂലി. നിങ്ങൾ അള്ളാഹുവിനോടും ദൈവദൂതനോടും യുദ്ധത്തിനൊരുങ്ങിക്കൊള്ളുക. ഇങ്ങനെ ധർമ്മത്തോടുള്ള അള്ളാഹുവിനോടുള്ള യുദ്ധമാണ് പലിശ ഇടപാട് എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഖുർആൻ വ്യക്തമാക്കിയ ഒരു കാര്യത്തെ ആർക്കാണ് അനുവദനീയമെന്ന് പറയാൻ സാധിക്കുക? അതെങ്ങനെയാണ് അനുവദിക്കുക എന്ന് മാത്രമല്ല, ലോകത്ത് ഒരു നീതിശാസ്ത്രവും അത് അംഗീകരിക്കുന്നില്ല എന്നിരിക്കെ പലിശയെ അനുവദിക്കുന്നത് ലോകത്ത് തന്നെ ഒരു കുറ്റകൃത്യത്തെ പ്രോത്സാഹിപ്പിക്കൽ ആയി പോകുമല്ലോ. ഒരിക്കലും അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. പലിശ നിഷിദ്ധമാണ്. അത് വലിയ ഒരു സാമ്പത്തിക കുറ്റകൃത്യമാണ്. ഞാൻ പരിശോധിച്ചത് ബാങ്കുകളിൽ നിന്ന് നടക്കുന്ന ഇടപാടുകൾ, ആ ഇടപാടുകളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വേരിയേഷൻസ്, അതേ സംബന്ധിച്ചുള്ള നിലപാടുകളാണ്. അതേ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞത്. ബാങ്കിൽ നിന്ന് ലഭിക്കുന്ന വേരിയേഷൻസ് ഇസ്ലാം നിരോധിച്ച, ഖുർആൻ നിരോധിച്ച റിബയല്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇസ്ലാം റിബയെ നിരോധിച്ചു, പലിശയെ നിരോധിച്ചു എന്ന കാര്യത്തിൽ തർക്കമില്ല. പിന്നെയോ ബാങ്കുകൾ, ആ ബാങ്കുകളുമായി ബന്ധപ്പെടുന്ന മനുഷ്യർ, എല്ലാ ആളുകളും, ഇപ്പോൾ സ്കൂളിലൊരു കുഞ്ഞിനെ ചേർക്കണമെങ്കിൽ ആ കുട്ടിക്ക് പോലും ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കണം. നിങ്ങളൊരു വിദേശ യാത്ര പോകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആ വിദേശത്ത് വിസ നിങ്ങൾക്ക് അലോ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം. അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും.
ബാങ്കുമായി മനുഷ്യൻ നിരന്തരമായി ബന്ധപ്പെടുകയാണ്, ബന്ധപ്പെടാൻ നിർബന്ധിതനാണ്, ബന്ധപ്പെടാതെ മുന്നോട്ട് പോകാൻ സാധ്യമല്ല. ഈ ഒരു ലോകക്രമത്തിൽ ബാങ്കുമായി ബന്ധപ്പെട്ട് ഇടപാടുകൾ നടത്തുമ്പോൾ വാങ്ങേണ്ടി വരികയോ കൊടുക്കേണ്ടി വരികയോ ചെയ്യുന്ന വേരിയേഷൻസിനെ കുറിച്ചാണ് എൻ്റെ ചർച്ച. അതേ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്, അത് ഖുർആൻ നിരോധിച്ച റിബയല്ല, അത് ഖുർആൻ നിരോധിച്ച പലിശയല്ല, അതിന് ഫായിദ എന്നാണ് പറയേണ്ടത്, അത് പ്രോഫിറ്റാണ്. ഇത് ഞാൻ പറയുന്നത് മാത്രമല്ല, ധാരാളം ആളുകൾ ഇപ്പോൾ ഈ വഹാബി പ്രസ്ഥാനങ്ങളൊക്കെ അവരുടെ കേന്ദ്രമെന്ന് വിശേഷിപ്പിക്കുന്ന സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തി, ചീഫ് മുഫ്തി ഷെയ്ഖ് അബ്ദുൽ അസീസ് ആലു ഷെയ്ഖ്, അദ്ദേഹം ഇതേ സംബന്ധിച്ച് പറയുന്നത് എന്താണ്? സൗദി അറേബ്യയാണ് എല്ലാറ്റിൻ്റെയും കേന്ദ്രം, അവിടെ നിന്നാണ് എല്ലാം കയറി വരുന്നത് എന്നാണല്ലോ ഈ വഹാബി പ്രസ്ഥാനങ്ങളൊക്കെ പറയുന്നത്. അവിടുത്തെ ചീഫ് മുഫ്തി ആയിട്ടുള്ള അബ്ദുൽ അസീസ് ആലു ഷെയ്ഖ് ഇത് സംബന്ധമായി പറയുന്നത് അന്നഹു ലൈസ ഹറാമൻ, ബാങ്കിൽ നിന്ന് കിട്ടുന്ന വേരിയേഷൻ ഹറാമല്ല. ഇതേ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? വഹാബികളോടാണ് എൻ്റെ ചോദ്യം, നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? എന്നിട്ട് അദ്ദേഹം പറയുന്നു, പക്ഷേ അതിന് ബിഷർത്തിൻ വാഹിദിന്, ഒരു ഉപാധിയോടുകൂടിയാണ് അത് ഹറാമല്ല എന്ന് പറയുന്നത്. എന്താണ് ആ ഷർത്ത്? അയ്യകൂന ശഖ്സു ഫി അഷദ്ദിൽ ഹാജത്തി ഇലൈ, അതിന് നിർബന്ധിതനായ ഒരു സാഹചര്യം ഉണ്ടായിരിക്കണം. ഇത്രയേ ഉള്ളൂ. അദ്ദേഹം അതിനൊരു ഉപാധി പറഞ്ഞു, ഞാൻ നിരുപാധികമെന്ന് പറഞ്ഞു. ഇത്രയാണ് വ്യത്യാസം. ഇനി അതവിടെ നിൽക്കട്ടെ. അദ്ദേഹം പറയുന്നു, യഖൂലു ഷെയ്ഖു, അദ്ദേഹം തുടരുന്നു, അബ്ദുൽ അസീസ് ആലു ഷെയ്ഖ് തുടരുന്നു, അന്ന ഹാദിഹിൽ അംവാൽ, ഈ ബാങ്കിൽ നിന്ന് കിട്ടുന്ന അധിക പണം, മിനൽ ജാഹിസി, അത് അനുവദനീയമായതാണ്, ലി ഇഖാമത്തിൽ മശ്റൂആത്തി തൻമവിയ്യത്തി വൽ ഖൈരിയ്യത്തി ബിഹാ, രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ പുരോഗതിക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ചെലവഴിക്കാം എന്ന കാര്യത്തിൽ നിസ്സംശയം പറയാവുന്നതാണ്, അത് അനുവദനീയമാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വലാക്കിൻ, പക്ഷേ ലാ യജൂസു ഇൻഫാഖുഹാ അലാ ശറാഇൽ മസാഹിഫി ഔ ബിനാഇൽ മസാജിദ്, ഖുർആൻ വാങ്ങാനോ പള്ളി പണിയാനോ ആ പണം ഉപയോഗിക്കാതിരിക്കാനാണ് നല്ലത്. ഇത് ഏത് തരം ഫത്വയാണ് എന്ന് അതിൻ്റെ അവസാനം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഏതായാലും അബ്ദുൽ അസീസ് ആലു ഷെയ്ഖ് എന്ന് പറയുന്ന ഇന്നും സൗദി അറേബ്യയുടെ ചീഫ് മുഫ്തി ആയിരിക്കുന്ന ആൾ ബാങ്കിൽ നിന്ന് കിട്ടുന്ന വേരിയേഷനെ കുറിച്ച് പറഞ്ഞ ഫത്വയാണിത്. ഇത് മുസ്തഫ ഉലവി പറഞ്ഞതല്ല. ഇതേ സംബന്ധിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? ഇനി ഡോക്ടർ യൂസുഫുൽ കർലാവി, ആ കർലാവി അദ്ദേഹത്തിൻ്റെ ഗവേഷണത്തിൻ്റെ ഭാഗമായി അദ്ദേഹം പ്രസിദ്ധീകരിച്ച ബാങ്കിൽ നിന്ന് കിട്ടുന്ന വേരിയേഷനുമായി ബന്ധപ്പെട്ട് നടത്തിയ ചോദ്യോത്തരത്തിൽ അദ്ദേഹം പറയുന്നത്, ഒരു ചോദ്യം ഇങ്ങനെയാണ്, ബാങ്കിൽ നിന്ന് കിട്ടുന്ന വേരിയേഷൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അദ്ദേഹം പറയുന്നു, അത് നിർബന്ധമായും വാങ്ങണം, അത് നിർബന്ധമായും വാങ്ങണം. ലാ യത്രുക്കുഹ, അത് ഉപേക്ഷിക്കരുത്. ലിഅന്ന ഹാദാ യുഖവ്വി അൽ ബങ്ക്, കാരണം നിങ്ങളവിടെ ബാക്കി വെക്കുന്നത് ബാങ്കുകളെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുക. വലാ യഖുദുഹാ ലിനഫ്സി, സ്വന്തം ആവശ്യത്തിന് അത് ഉപയോഗിക്കരുതെന്നേ ഉള്ളൂ. വഇന്നമാ യഖുദുഹാ വയതസദ്ദഖു ബിഹാ ഫീ അയ്യി സബീലിൻ മിൻ ഖൈർ, അത് എടുക്കുകയും എന്നിട്ട് അത് സദഖ ചെയ്യാൻ ഉപയോഗപ്പെടുത്തുകയും വേണം. ഏത് നല്ല കാര്യത്തിനും അത് വിനിയോഗിക്കാം. ഏത് നല്ല കാര്യത്തിനെന്ന് പറഞ്ഞാൽ ആലു ഷെയ്ഖ് പറഞ്ഞ പള്ളിയും ഇതിൽ പെടും. കർലാവി പറയുന്നു ഏത് നല്ല കാര്യത്തിനും ഉപയോഗിക്കാം. ഇവിടെ മൗലികമായ ചില ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കണം. ഏത് പണമാണ് സദഖയ്ക്ക് ഉപയോഗിക്കേണ്ടത്? ദാനം ചെയ്യേണ്ടുന്ന സ്വത്ത് ഏതാണ്? എല്ലാ ഇസ്ലാമിക കർമ്മശാസ്ത്ര പണ്ഡിതരും ഒരുപോലെ ഒത്ത് സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്. ദാനം ചെയ്യേണ്ടത് മിൽക്കിയത്തിലുള്ള, ഉടമസ്ഥതയിലുള്ള പണം മാത്രമേ ദാനം ചെയ്യാവൂ. അത് ദാനം ചെയ്താലേ സ്വീകാര്യമാവൂ. മറ്റൊരാളുടെ പണമെടുത്ത് എനിക്ക് ദാനം ചെയ്യാൻ പാടില്ല, പിടിച്ചു പറിച്ച ധനമെടുത്ത് ദാനം ചെയ്യാൻ പാടില്ല, മോഷ്ടിച്ച ധനമെടുത്ത് ദാനം ചെയ്യാൻ പാടില്ല. കായംകുളം കൊച്ചുണ്ണിയാകാൻ ഇവിടെ ആർക്കും അധികാരമില്ല. ഇസ്ലാമിക ധർമ്മശാസ്ത്രം അനുസരിച്ച് അവനവൻ്റെ മിൽക്കീയത്തിലുള്ള, തൻ്റെ സ്വന്തം ഉടമസ്ഥാവകാശത്തിലുള്ള, ഉടമസ്ഥതയിലുള്ള സ്വത്ത് മാത്രമാണ്, ധനം മാത്രമാണ് സദഖ ചെയ്യാൻ, ദാനം ചെയ്യാൻ അനുവാദമുള്ളത്. എങ്കിൽ ബാങ്കിൽ നിന്ന് കിട്ടുന്ന വേരിയേഷൻ സദഖ ചെയ്യാം എന്ന് കർലാവി പറയുന്നു, ഷെയ്ഖ് അബ്ദുൽ അസീസ് ആലു ഷെയ്ഖ് പറയുന്നുവെങ്കിൽ, നിങ്ങൾ അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ പറയുന്നുവെങ്കിൽ, അപ്പോൾ സദഖ ചെയ്യാൻ ഉപയോഗിക്കുന്ന പണം മിൽക്കിയത്തുള്ളതായിരിക്കണം എന്ന് ആർക്കും സംശയമില്ലാത്ത വിധം നിയമമാണല്ലോ. ഇത് സദഖ ചെയ്യാവുന്ന പണമാണല്ലോ, എങ്കിൽ മിൽക്കിയത്തുള്ളതല്ലേ? ഇത് പിടിച്ചു പറിച്ച സ്വത്തിൻ്റെ കൂട്ടത്തിൽ വരുമെങ്കിൽ സദഖ ചെയ്യണമെന്നിവർ പറയില്ലായിരുന്നല്ലോ. ഇത് ഹറാമായ സ്വത്തിൽ പെടുമെങ്കിൽ സദഖ ചെയ്യണമെന്ന് പറയുമായിരുന്നില്ലല്ലോ. കല്ല് കച്ചവടം ചെയ്തിട്ട് കിട്ടുന്ന കാശ് സദഖ ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ ഇതാ ഗണത്തിൽ പെടൂല. അപ്പോൾ ഇവരൊക്കെയും ഒരുതരം പുകമറ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. വാങ്ങാം, സ്വന്തം ചായ കുടിക്കരുത്, ഒരാൾക്ക് ചായ വാങ്ങി കൊടുക്കാം. വാങ്ങാം, സ്വന്തം വീടുണ്ടാക്കരുത്, വേറെ ആൾക്ക് വീടുണ്ടാക്കി കൊടുക്കാം.
ഇപ്പറയുന്നതിൻ്റെ യുക്തി എന്താണ്? ഇത് മനുഷ്യരെ പൊട്ടന്മാരാക്കുകയല്ലേ? സ്വന്തം ആവശ്യമുണ്ടെങ്കിൽ ആവശ്യത്തിന് വേണ്ടി മറ്റുള്ള എല്ലാ മനുഷ്യരെയും ഒന്നിച്ച് കാണുന്ന, തനിക്ക് ഇഷ്ടപ്പെടുന്നതേ മറ്റുള്ളവർക്ക് കൊടുക്കാവൂ എന്ന് പറയുന്ന ദീൻ. അങ്ങനെയല്ലേ ദീൻ പഠിപ്പിക്കുന്നത്? തനിക്കിഷ്ടമുള്ളതേ മറ്റുള്ളവർക്ക് കൊടുക്കാവൂ. അപ്പോൾ തനിക്ക് പാടില്ലാത്തത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പാടുണ്ടോ? അപ്പോൾ ഇത് ഒരു തരം പുകമറ സൃഷ്ടിക്കുകയല്ലേ ചെയ്യുന്നത്? ആരെയൊക്കെയോ ഭയപ്പെട്ടിട്ടോ എന്തൊക്കെയോ പറയാൻ ഭയന്നിട്ടോ ഇത്തരത്തിൽ പറയുകയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മിൽക്കിയത്തിലുള്ളതേ സദഖ ചെയ്യാവൂ, നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് സദഖ ചെയ്യാവൂ. അപ്പോൾ ബാങ്കിൽ നിന്ന് കിട്ടുന്ന വേരിയേഷൻ തെറ്റില്ലാത്തതാണ് എന്ന് ഫലത്തിൽ ഷെയ്ഖ് കർലാവിയും അതുപോലെ അബ്ദുൽ അസീസ് ആലു ഷെയ്ഖുമൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഒരു സംശയമില്ല. ഇത് പുതിയ പണ്ഡിതർ തീർന്നിട്ടില്ല. അലി ജുമുഅ എന്ന് പറയുന്ന ഷെയ്ഖുൽ അസ്ഹർ, ഈജിപ്തിലെ ചീഫ് മുഫ്തി, അദ്ദേഹം ഇത് സംബന്ധിച്ച് പറയുന്നത് എന്താണ്? അദ്ദേഹം പറയുന്നു, നിസ്സംശയം നിരുപാധികം ബാങ്കിൽ നിന്ന് കിട്ടുന്ന വേരിയേഷൻ ഹലാലാണ്. ഇന്നും ജീവിച്ചിരിക്കുന്ന ആളാ അലി ജുമുഅ പറയുന്നു, നിസ്സംശയം നിരുപാധികം ബിലാ ഖൈദിൻ, യാതൊരു ഉപാധിയുമില്ലാതെ ബാങ്കിൽ നിന്ന് കിട്ടുന്ന വേരിയേഷൻ അനുവദനീയമാണ്, അത് പലിശയല്ല എന്ന് അദ്ദേഹം പറയുന്നു. അബ്ദുൽ ഫത്താഹ് ഇദ്രീസ് എന്ന് പറയുന്ന സൗദി അറേബ്യയിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള സിലബസ് കമ്മിറ്റി അംഗമായിട്ടുള്ള, അതുപോലെ അസ്ഹർ യൂണിവേഴ്സിറ്റിയിലെ ശരിയ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടുള്ള, ഖത്തർ യൂണിവേഴ്സിറ്റിയിൽ ഇസ്ലാമിക് ഫിലോസഫി പഠിപ്പിക്കുന്ന പ്രൊഫസറായിട്ടുള്ള അബ്ദുൽ ഫത്താഹ് ഇദ്രീസ് എന്ന് പറയുന്ന മഹാപണ്ഡിതൻ, അദ്ദേഹം 50-ലധികം ഗവേഷണ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇത് സംബന്ധമായി പറയുന്നത്, ഇത് യാതൊരു ഉപാധികളുമില്ലാതെ ബാങ്കിൽ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം, അതിൽ നിന്ന് കിട്ടുന്ന വേരിയേഷൻ നിങ്ങൾക്ക് വാങ്ങാം, ഏതാവശ്യത്തിനും ഉപയോഗിക്കാം എന്ന് മാത്രമല്ല അത് പള്ളി നിർമ്മാണം പോലുള്ള കാര്യങ്ങൾക്ക് വിനിയോഗിക്കാം. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ കൊടുക്കുന്ന വേരിയേഷനും യഥാർത്ഥത്തിൽ ഇസ്ലാം നിരോധിച്ച പലിശയുമായി ബന്ധപ്പെട്ടതേയല്ല. അത് യഥാർത്ഥത്തിൽ എക്കോണമി അറിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ബാങ്കിന് നഷ്ടമാണ് എന്ന് അദ്ദേഹം പറയുന്നു. ബാങ്കിന് യഥാർത്ഥത്തിൽ നഷ്ടമാണ്. 30 വർഷത്തേക്ക് ഹൗസ് ലോൺ കൊടുത്തു 20 ലക്ഷം രൂപ. 30 വർഷം കൊണ്ട് നിങ്ങൾ അടച്ചു തീർക്കുന്നത് 25 ലക്ഷം രൂപയാണ്. ഈ 30 വർഷവും മുമ്പ് കൊടുത്ത 20 ലക്ഷവും 30 വർഷം കഴിഞ്ഞിട്ട് ബാങ്കിന് കിട്ടുന്ന 25 ലക്ഷവും തമ്മിലുള്ള മൂല്യശോഷണം നോക്കിയാൽ ബാങ്കിന് യഥാർത്ഥത്തിൽ നഷ്ടമാണ്. ഇതൊന്നും ആലോചിക്കാതെ, എക്കോണമിയെക്കുറിച്ചൊരു വിവരവും ഇല്ലാതെ എന്തെങ്കിലും വിളിച്ച് പറയലല്ല, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കലല്ല വേണ്ടത്. ബാങ്കുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ പഠനം നടത്തിയിട്ടുള്ള പണ്ഡിതന്മാരാരും ഇത് ഹറാമാണെന്ന് പറഞ്ഞിട്ടില്ല. ഇനി ഇതൊക്കെ അവിടെ നിൽക്കട്ടെ, ഇതൊക്കെ ആധുനിക കാലത്തെ പണ്ഡിതന്മാർ. ഇനി ഞാൻ 4 ഇമാമുകളെ കുറിച്ച് ചോദിക്കുകയാണ്. 4 ഇമാമുകൾ, ഇമാം മാലിക്, ഇമാം അബൂ ഹനീഫ, ഇമാം ഷാഫി, ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഈ 4 ഇമാമുകളുടെ വീക്ഷണത്തിൽ നിന്ന് ബാങ്കിൽ നിന്ന് കിട്ടുന്ന വേരിയേഷൻ ഹറാമാണ് എന്ന് സ്ഥാപിക്കാൻ കഴിയുമോ? ഇല്ലേ? ഞാൻ പറയുന്നു, സാധ്യമല്ല. കാരണം അവരൊക്കെ പറയുന്നത് മൂല്യവുമായി ബന്ധപ്പെട്ടതാണ്. മാലിക് പറയുന്നത് ഞാൻ വായിച്ചു തരാം. ഇമാം മാലിക് ഇത് സംബന്ധമായി പറയുന്നത്, അൽ ഖർളു ഹുവ യദ്ഫഅ ശഖ്സുൻ ലിആഖറ ശൈഅൻ ലഹു ഖീമത്തുൻ മാലിയ. സ്ഥിരമായി നിൽക്കുന്ന ഒരു മൂല്യവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഇടപാടുകളെയാണ് കടം എന്ന് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, കറൻസി കടമിടപാടിന് പറ്റിയതല്ല. അത് ബാങ്കാണെങ്കിലും വ്യക്തി തലത്തിലാണെങ്കിലും. അത് നമുക്ക് വേറെ പറയണോ? ഞാനിവിടെ മാലിക് ഇമാമിൻ്റെ കാര്യമാണ് പറയുന്നത്. എന്നിട്ട് ഹനഫി ഇമാം അത് സംബന്ധമായി പറഞ്ഞ വേറൊരു കാര്യം കൂടി പറയാം. കറൻസി വെച്ചുകൊണ്ട് ഇടപാട് നടത്തി, പക്ഷേ കറൻസി റദ്ദ് ചെയ്യപ്പെട്ടു. നമ്മുടെ നാട്ടിലൊക്കെ നിരന്തരം നടക്കുകയല്ലേ. 500-ൻ്റെയും 1000-ൻ്റെയും നോട്ട് നിരോധിച്ചു. 2023 2000-ൻ്റെ നോട്ട് നിരോധിച്ചു. തലേന്ന് വരെ മൂല്യമുണ്ടായിരുന്ന നോട്ട് വെറും കടലാസ് മാത്രമായി മാറി. അങ്ങനെ മൂല്യനിരോധനമുണ്ടായാൽ ഫൈന്നഹു ലാ യൽസമു ഇല്ലാ ബിറദ്ദി മിസ്ലിഹ, അതിൻ്റെ പകരം കൊടുത്തേ മതിയാവുള്ളൂ. അത് നിർബന്ധമാണ്. ഞാൻ കറൻസിയല്ലേ വാങ്ങിയത്, എന്നാൽ ആ കറൻസി പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് നിരോധിച്ച നോട്ട് കൊടുത്താൽ മതിയോ? അത് പറ്റില്ല. അതിൻ്റെ മൂല്യം കൊടുക്കണം. അപ്പോൾ മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കടമിടപാട് നടത്തേണ്ടത്. ഇങ്ങനെയാണ് ബാങ്കുമായിട്ടുള്ള ഇടപാട് നടത്തുന്നതെങ്കിൽ ബാങ്കിൽ നിന്ന് കിട്ടുന്നതും കൊടുക്കുന്നതുമായ വേരിയേഷൻ എങ്ങനെയാണ് പലിശയാവുക? നിങ്ങൾക്ക് ബാങ്ക് ഒരു പണം തരുന്നു, അതിന് അന്നത്തെ ഒരു മൂല്യവ്യവസ്ഥ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ മൂല്യവ്യവസ്ഥ കണക്കാക്കുന്നു. നിങ്ങൾ തിരിച്ചു കൊടുക്കുമ്പോൾ ആ മൂല്യവ്യവസ്ഥയുടെ അല്ലെങ്കിൽ മൂല്യത്തിന് ആധാരമായിട്ടുള്ള വസ്തുവിന് കണക്കായത് കൊടുക്കുമ്പോൾ അതിലുണ്ടാകുന്ന വേരിയേഷൻ മാത്രമാണ് ബാങ്ക് ചെയ്യുന്നത്. ഞാൻ പറയുന്നത് കൊള്ളപ്പലിശക്കാരായ ബാങ്ക് ഇടപാടുകളെക്കുറിച്ചേ അല്ല. നോർമലി ഒരു നാട്ടിൻ്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ബാങ്ക് ഇടപാടുകളുമായി ബന്ധപ്പെട്ടാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ബാങ്കിൻ്റെ കയ്യിൽ 10 കോടി രൂപയുണ്ട്. ആ 10 കോടി രൂപയ്ക്ക് ബാങ്ക് സ്വർണത്തിൻ്റെ കട്ടി വാങ്ങി വെച്ചു.
10 കൊല്ലം കഴിഞ്ഞ് ഈ സ്വർണത്തിൻ്റെ കട്ടി വിറ്റാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ ആളുകൾക്ക് കൊടുക്കുന്ന കണത്തിൽ നിന്ന് ലഭിക്കുന്ന ആ വേരിയേഷനേക്കാൾ കൂടുതൽ കിട്ടുമോ ഇല്ലേ? ഉറപ്പായിട്ടും കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. ഒരു റിസ്ക്കും ഇല്ലാതെ ബാങ്കിൽ നിന്ന് ബാങ്ക് 1 കോടി 10 കോടി രൂപയ്ക്ക് സ്വർണത്തിൻ്റെ കട്ടി വാങ്ങി വെക്കുന്നു, 10 വർഷം കഴിഞ്ഞിട്ട് അത് വിൽക്കുന്നു എങ്കിൽ ബാങ്കിന് ഒരു റിസ്ക്കും ഇല്ലാതെ വലിയ ലാഭം കിട്ടും. എന്നിട്ട് ആ റിസ്കില്ലാത്ത പണിക്ക് നിൽക്കാതെ സമൂഹത്തിനിടയിൽ പണം കറങ്ങുന്നതിന് വേണ്ടി കൈലായക്കൂല ദൗലത്തും ബൈനൽ അഗ്നിയാഇ മിൻകും, നിങ്ങളിൽ ചിലരുടെ കൈകളിൽ മാത്രം പണം നിക്ഷിപ്തമാകരുത് എന്നതിനാലാണ് ഇത് എന്ന് അള്ളാഹു പറഞ്ഞതുപോലെ ജനങ്ങളിൽ പർച്ചേസിംഗ് പവർ ഉണ്ടാകാനും ജനങ്ങൾക്കിടയിൽ പണം ഇങ്ങനെ കറങ്ങുന്നതിനും വേണ്ടി ബാങ്കുകൾ ഇടപാട് നടത്തുമ്പോൾ ബാങ്കുകൾക്ക് റിസ്ക്ലെസ്സായിട്ട് പണം ഉണ്ടാക്കാനുള്ള മാർഗം ഉണ്ടായിട്ടും അത് ചെയ്യാതെ ജനങ്ങൾക്ക് കടം കൊടുത്ത് ഒരുപാട് ആളുകൾക്ക് ജോലി കൊടുത്ത് അങ്ങനെ ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് പലിശയായി തീരുന്നത്? ഇസ്ലാം നിരോധിച്ച ചൂഷണാത്മകമായ പലിശയായി തീരുന്നത് എങ്ങനെയാണ്? പഠിക്കാതെ പറയുന്നതുകൊണ്ട് പറ്റുന്നതാണിത്. ഇത് സംബന്ധമായി പഠനങ്ങൾ നടത്തുന്നില്ല. ഇനി വ്യക്തികൾ തമ്മിലുള്ള കടമിടപാടുകളെക്കുറിച്ച് ആലോചിക്കാം. അപ്പോൾ ഒരു കാര്യം വ്യക്തമായി, ബാങ്കുകളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഇടപാടുകളിൽ ഉള്ള വേരിയേഷൻ ഹറാമല്ല, അത് പലിശയല്ല, അത് ഫായിദയാണ്, അത് പ്രോഫിറ്റ് എന്നാണ് അതിനെ വിളിക്കേണ്ടത്. ഇത് നമുക്ക് മനസ്സിലായി. അപ്പോൾ ചില ആളുകളൊക്കെ കമൻറ്റുകളിൽ ചോദിക്കുന്നുണ്ട്, ആത്മഹത്യ ചെയ്യുന്നില്ലേ? ഏതൊരു സംഗതിയുടെയും ഷർത്തുകൾ, ഉപാധികൾ, അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇത് ലംഘിച്ചാൽ പ്രശ്നങ്ങളുണ്ടാകും. നോംസ് ലംഘിച്ചാൽ പ്രശ്നങ്ങളുണ്ടാകും. ഇത് ലംഘിക്കരുത്. ഏതൊരു ഇടപാടിനും അതിൻ്റെ കൃത്യത പാലിക്കണം. അത് ലംഘിച്ചാൽ പ്രശ്നം ഉണ്ടാകും. അതെന്തുകൊണ്ട് അങ്ങനെ ഉണ്ടാകുമെന്നറിയോ? റിട്ടേൺ ഇല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ കടമെടുക്കുന്നു. സൽക്കാരത്തിന് പോകാൻ കടമെടുക്കുന്നു, ടൈൽസ് മാറ്റിയിട്ട് മാർബിളിടാൻ കടമെടുക്കുന്നു. ഇങ്ങനെ റിട്ടേൺ ഇല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി, അനിവാര്യമല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി കടമെടുക്കുമ്പോൾ അത് ഡെഡായി കിടക്കുന്നു. ഉദ്ദേശിച്ചതുപോലെ വരാൻ അങ്ങനെയാണല്ലോ, എനിക്ക് ഇന്നയാൾ അയച്ചു തരുമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് അയച്ചു തരാതിരിക്കുമ്പോൾ ഇത് അടവ് തെറ്റുന്നു, പ്രശ്നമാകുന്നു. അതേ സ്ഥാനത്ത് നിങ്ങൾ പണം ഉണ്ടാക്കുന്ന ഏർപ്പാടുകൾക്ക് വേണ്ടിയാണ് കടമെടുക്കേണ്ടത്. കച്ചവടത്തിന് വേണ്ടി കടമെടുക്കണം, ബിസിനസ് നടത്താൻ കടമെടുക്കണം, ഫാക്ടറി തുടങ്ങാൻ കടമെടുക്കണം. അങ്ങനെ കടമെടുക്കുമ്പോൾ നിങ്ങൾക്ക് പുറത്ത് റിട്ടേൺ ഉണ്ടാകുന്നു. ആ റിട്ടേണിൻ്റെ ആനുപാതികമായിട്ട് ഇവിടെ നിങ്ങൾ കൊടുക്കുന്നു, അതങ്ങ് അടവ് അങ്ങ് കഴിഞ്ഞു പോകുന്നു. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഡെഡായ കാര്യങ്ങൾക്ക് വേണ്ടി കടമെടുക്കരുത്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടണം, അധ്വാനിച്ചിട്ട് ഉണ്ടാക്കണം. ഇത് സാമ്പത്തികമായ അച്ചടക്കം കൂടി സമൂഹത്തെ പഠിപ്പിക്കണം. എന്തിനാണ് കടമെടുക്കേണ്ടത്? വിഗ് വെക്കാൻ കടമെടുക്കാമോ? ഈ വിഗ് നിങ്ങൾക്കൊന്നും തരൂലല്ലോ. പല്ലിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി കടമെടുക്കാമോ? വീട്ടിന് പെയിൻ്റ് അടിക്കാൻ വേണ്ടി കടമെടുക്കാമോ? ഇത് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമാണ്. ഡെഡായി കിടക്കുന്ന കാര്യങ്ങൾക്ക്, അനിവാര്യമല്ലാത്ത കാര്യങ്ങൾക്ക് കടമെടുക്കരുത്, കടം വാങ്ങരുത്. കടമെന്ന് പറയുന്നത് മനുഷ്യന് അപമാനമാണ്, തലവേദനയാണ്, ടെൻഷനാണ്. ഇത് മനസ്സിലാക്കണം. അപ്പോൾ കടം എടുക്കേണ്ടത് എന്തിനാണ്? നിർമ്മാണാത്മകമായ, ക്രിയേറ്റീവായിട്ടുള്ള, പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കാണ് കടമെടുക്കേണ്ടത്. അങ്ങനെ കടമെടുത്താൽ ബാങ്കിൽ നിന്ന് എടുക്കുന്നതുകൊണ്ട് ഒരു ദോഷമില്ല. നിങ്ങൾ കടം എടുക്കുന്നു, 10% ശരാശരി നെറ്റ് പ്രോഫിറ്റ് ലഭിക്കുന്നു. നിങ്ങൾ ബാങ്കിൽ കൊടുക്കേണ്ടത് 6%. ഒരു കുഴപ്പമില്ല. ഉൽപ്പാദനക്ഷമത ഉണ്ടാകുന്നു, ഒരുപാട് ആളുകൾക്ക് ജോലി ഉണ്ടാകുന്നു, അതങ്ങനെ അങ്ങ് വളരുന്നു. അപ്പോൾ കടമെടുക്കേണ്ടത് എന്തിനാണെന്ന് പഠിപ്പിക്കണം, ലോൺ എടുക്കേണ്ടത് എന്തിനാണെന്ന് പഠിപ്പിക്കണം. അല്ലാതെ മക്കളുടെ കല്യാണം നടത്താൻ വേണ്ടി വലിയ 1000 ആൾക്കാരെ വിളിച്ച് ബിരിയാണി കൊടുക്കാൻ വേണ്ടി കടമെടുക്കാനല്ല. കടമെടുക്കുന്നത് പ്രൊഡക്റ്റീവായ കാര്യങ്ങൾക്ക് വേണ്ടിയാകണം. എന്നിട്ട് അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പരിശോധിക്കണം, അത് അടക്കാൻ കഴിയുമെന്ന് ഉറപ്പുവരുത്തണം. എന്നിട്ടാണ്. അല്ലാത്തവരെ പിന്നെ വേറെ വഴിയില്ല, അവരവരുടേതായ വഴിയിൽ മുന്നോട്ട് പോകേണ്ടി വരും. അപ്പോൾ സാമ്പത്തികമായ അച്ചടക്കം ഒരു സമൂഹത്തെ പഠിപ്പിക്കണം. എന്നിട്ട് അവരോട് ബാങ്കിൽ പോകാൻ പറയണം, ഡെപ്പോസിറ്റ് ചെയ്യാൻ പറയണം, ലോൺ എടുക്കാൻ പറയണം. എന്നിട്ട് ആ രീതിയിൽ വളരാൻ സമൂഹത്തെ പാകപ്പെടുത്തണം. ഇതാണ് ചെയ്യേണ്ടത്. അതിന് പകരം ഹറാം എന്ന് പറയുന്ന ഹറാമിൻ്റെ വിൽപ്പനക്കാരായി മാറുക. ഇപ്പോൾ പുരോഹിതന്മാരുടെ കാര്യമായ പണി ഹറാം ആക്കലാണ്. അനങ്ങിയാൽ ഹറാം, താടി വടിക്കൽ ഹറാമാണ്, താടിക്ക് ചായവിടൽ ഹറാമാണ്, പിന്നെ എന്താണ് ആകെപ്പാടെ എല്ലാം ഹറാമല്ലാത്തതായിട്ട് ഈ ലോകത്തൊന്നുമില്ല. എല്ലാം ഹറാം. ഹറാമിൻ്റെ വിപണനക്കാരും ഹറാമിൻ്റെ വിതരണക്കാരുമാണ് ഓരോ മുസ്ലിയാരും, ഓരോ മൗലവിയും നിരന്തരമായി ഗവേഷണം നടത്തുന്നത്. നാളെ ഞാൻ ഏത് ഹറാമിനെ കുറിച്ച് പറയുമെന്നുള്ളതാണ്. ഇങ്ങനെ ഹറാം വ്യാപാരികളായി മാറാതെ പഠിക്കുകയും സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്ന വിധത്തിൽ സമൂഹത്തിന് നല്ല പാഠങ്ങൾ നൽകുകയും ചെയ്യുന്നവരായിരിക്കണം മതപണ്ഡിതന്മാർ. എങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി നമുക്ക് വ്യക്തിതലത്തിൽ കടം കൊടുക്കുന്ന ആളുകളെ കുറിച്ച് ചോദിക്കാം. വ്യക്തിതലത്തിൽ കടം കൊടുക്കുന്നത് വലിയ മഹത്വമുള്ള കാര്യമാണ്. കടം കൊടുക്കുന്നത്, വാങ്ങുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല. വ്യക്തിതലത്തിൽ പ്രത്യേകിച്ചും ബന്ധങ്ങളൊക്കെ തകരാൻ അത് വലിയ കാരണമായി തീരും. ആരാണെങ്കിലും
ഇനി കൊടുക്കുന്ന ആൾ കൊടുക്കാൻ സന്നദ്ധനാണ് എങ്കിൽ ആ കൊടുക്കുന്നതിൻ്റെ പേരിൽ അയാൾ പീഡിപ്പിക്കപ്പെടാമോ? കഴിഞ്ഞ ഖുത്ബയിൽ ഞാൻ ചോദിച്ച ചോദ്യമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് അന്വേഷണങ്ങൾ വന്നു. ചില ആൾക്കാരൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു കൊടുത്തതിനേക്കാൾ വാങ്ങാൻ പറ്റുമോ? കൊടുത്തതിനേക്കാൾ വാങ്ങണ്ട, കൊടുത്തത് വാങ്ങണ്ടേ? കൊടുത്തത് വാങ്ങണമല്ലോ. കടം കൊടുക്കുന്നു എന്ന കാരണത്താൽ ഒരു വ്യക്തി നഷ്ടപ്പെടുന്നത് എങ്ങനെയാണ്? കറൻസി പോലുള്ള അസ്ഥിരമായ മൂല്യഘടനയുള്ള അടയാളങ്ങൾ, ഇത് വെറും അടയാളമാണ്. ഈ അടയാളങ്ങൾ നിരന്തരമായ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇത് വെച്ചിട്ടാണ് മനുഷ്യൻ ഇടപാട് നടത്തുന്നത്. ഇടപാട് നടത്തുമ്പോൾ ഈ കടം കൊടുത്തയാൾക്ക് നഷ്ടം സംഭവിക്കരുത്. അതിനു വേണ്ടിയാണ് പറയുന്നത് ഒരു സ്ഥിരമായ മൂല്യമുള്ള കാര്യം ചെയ്ത് വെച്ചുകൊണ്ട് വേണം ഇടപാട് നടത്താൻ. എങ്കിലേ ഇടപാട് ശരിയാവുള്ളൂ. വെറും കറൻസി ആധാരമാക്കിയിട്ട് ഇടപാട് നടത്തരുത്. എനിക്കറിയാം, ഇറാഖ് കുവൈത്ത് യുദ്ധത്തിന് മുൻപ് ഇറാഖ് കറൻസി വെച്ച് ഇടപാട് നടത്തിയിട്ട് കോടികൾ നഷ്ടം വന്ന് തുലഞ്ഞു പോയ ആളുകൾ എനിക്കറിയാം. കാരണം ഈ പണം ഒന്നിനും കൊള്ളില്ല. ചാക്ക് കെട്ട് വന്നാൽ $1 പോലും കിട്ടൂല. എന്നിട്ട് തിരിച്ചു ചോദിക്കുമ്പോൾ പറയാം അത് ഇപ്പം മൂല്യമില്ലല്ലോ, അത് പോയില്ലേ. എന്താ കാര്യം? ഒരു സ്ഥിരമായ മൂല്യ സ്വഭാവമുള്ള ഏതെങ്കിലും ഒന്നിനെ അടിസ്ഥാനപ്പെടുത്തിയിരുന്നെങ്കിൽ ഈ പ്രശ്നം വരില്ലായിരുന്നു. ഇതുകൊണ്ടാണ് സംഭവിക്കുന്നത്. മൂല്യശോഷണം ഒരു യാഥാർത്ഥ്യമാണ്. ഇതുപോലെ മൂല്യവർദ്ധനവ്, പ്രവാചകൻ്റെ ഒരു വചനമുണ്ട്, നിങ്ങൾ കടം വാങ്ങിയ ആൾക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ സ്വമേധയാ കൂടുതൽ കൊടുക്കണം. ഇതെന്തിനാണ് നബി പറഞ്ഞത്? ഇസ്ലാമിക ഫിഖ് ഗ്രന്ഥങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചോ, അതിലൊക്കെ ഉണ്ട് സ്വമേധയാ കൂടുതൽ കൊടുക്കണം, അത് സുന്നത്താണ്. എന്തിനാ? നഷ്ടം വരാതിരിക്കാനാണ്. എന്ന് മാത്രമല്ല, നഷ്ടം വരാതിരിക്കാൻ മാത്രമല്ല, മൂല്യവർദ്ധനവിൽ തന്നയാൾക്കും കൂടി ഒരു പങ്കുണ്ടാവണം. ഞാനൊരാൾക്ക് 1 ലക്ഷം രൂപ കൊടുത്തു, ഒരു കണ്ടീഷനുമില്ല, കടം കൊടുത്താണ്. അയാൾ ആ 1 ലക്ഷം രൂപ കൊണ്ടുപോയിട്ട് കച്ചവടം നടത്തി. അയാൾക്ക് 1.5 ലക്ഷം രൂപ കിട്ടി. ഒരു കൊല്ലം കഴിഞ്ഞിട്ട് അയാൾ 1 ലക്ഷം രൂപ എനിക്ക് തിരിച്ചു തരുന്നു. ഒരു കുഴപ്പമില്ല, നമ്മളുടെ നാടൻ വ്യവസ്ഥ അനുസരിച്ച് അത്രയേ ഉള്ളൂ. പക്ഷേ ധാർമ്മികതയുള്ള അയാൾ ചെയ്യേണ്ടത് ഇയാളുടെ പണം കൊണ്ട് കച്ചവടം ചെയ്തിട്ട് 1.5 ലക്ഷം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് 25 എനിക്ക് തരണം. കാരണം ക്യാപിറ്റൽ എൻ്റേതാണ്, അധ്വാനം അയാളുടേതാണ്. അപ്പോൾ 25 എനിക്ക് തിരിച്ച് തരുമ്പോൾ കൂടുതൽ തരണം. ഇതില്ലേ? ഇതിന് നബി ഒരു കഥയും പറഞ്ഞു തന്നു. എന്നാലും മനസ്സിലാവൂലേ പുരോഹിതന്മാർക്ക്? ഇവർ വലിയ വഴത് പറയും. എന്താണ് ആ കഥ എന്നറിയോ? 3 ആൾക്കാരിങ്ങനെ പോകുമ്പോൾ മഴ വന്നു, വലിയ കൊടുങ്കാറ്റ് വന്നു. അപ്പോൾ ഒരു ഗുഹാമുഖത്ത് കയറിയിട്ട് ഇരിക്കുമ്പോൾ മഴവെള്ളം പാച്ചിൽ വലിയ കല്ല് വന്നിട്ട് ഈ ഗുഹാമുഖം അടഞ്ഞു പോയി. ഒരു രക്ഷയില്ല. അവർ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം. എങ്ങനെ പ്രാർത്ഥിക്കാം? നമ്മുടെ കർമ്മങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാം. അതിലൊരാളുടെ പ്രാർത്ഥന ഇങ്ങനെയാണ്. എന്താണ്? ഞാൻ ഒരു ആടിനെ ഞാൻ മേയ്ക്കുകയായിരുന്നു. അങ്ങനെ അയാൾ പെട്ടെന്ന് നാട് വിട്ടുപോയി. ഇങ്ങനെ ഈ ആടിനെ ഞാൻ മേയിച്ച്, ആട് പ്രസവിച്ച്, അത് വളർന്ന് വലുതായി, അത് വിറ്റ് ഞാൻ ഒട്ടകങ്ങളെ വാങ്ങി. അപ്പോൾ അതിൽ നിന്നുണ്ടായ വരുമാനം കൊണ്ട് ഞാൻ കുറേ സ്ഥലം വാങ്ങി, വലിയ സ്ഥലത്തിൻ്റെ ഉടമയായി. അങ്ങനെ കുറേ കാലം കഴിഞ്ഞ് ഇയാൾ തിരിച്ചു വന്ന് നോക്കുമ്പോൾ ഇയാളെൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ അയാൾ പറഞ്ഞു എനിക്ക് ആ പണ്ടത്തെ ആടിനെ തരണം. ഞാൻ പറഞ്ഞു ഇതാ ഇക്കാണുന്ന മുഴുവൻ നിങ്ങളുടേതാണ്, ഇതെല്ലാം നിങ്ങളെടുത്തോ എന്ന് പറഞ്ഞു. എന്നിട്ട് അള്ളാഹുവേ ഇത് നല്ല കാര്യമാണെങ്കിൽ എന്നെ ഞങ്ങൾ രക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ കല്ലൽപ്പം നീങ്ങി. ഇതാണ് നബി പറഞ്ഞ കഥ. എന്തിനാ ഈ കഥ പറഞ്ഞത്? കടം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കുമ്പോൾ അതിൽ നിന്നുണ്ടാക്കിയ വരുമാനത്തിൻ്റെ ഒരു ഭാഗം കടക്കാരന് കൊടുക്കണമെന്ന് പഠിപ്പിക്കാനാണ്. ഇത് പഠിക്കൂല. കഥ പറഞ്ഞ് കരയിപ്പിക്കും. സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്ന പാഠങ്ങളാണ് പ്രവാചകന്മാർ പറഞ്ഞു തന്നത്. അത് പഠിപ്പിക്കുന്നതിന് പകരം ഒരുപാട് കെട്ടുകഥകൾ എന്തൊക്കെയോ പറഞ്ഞ് സമൂഹത്തെ തെറ്റായ വഴിയിലേക്ക് നയിക്കുകയല്ല, ഡബിൾ ഗെയിം കളിക്കുകയുമല്ല. ഡബിൾ ഗെയിമല്ല കളിക്കുന്നത്. ഈ സംഘടനക്കാരും പണ്ഡിതന്മാരും ഒക്കെ ബാങ്കിൽ പോയി ഡിപ്പോസിറ്റ് ചെയ്യും. എത്ര സംഘടനകളുടെ കോടിക്കണക്കിന് രൂപ ബാങ്കുകളിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഈ വേരിയേഷൻ വാങ്ങുന്നുണ്ടെന്നുള്ളത് കൃത്യമായ കണക്കെൻ്റെ കയ്യിലുണ്ട്. ഈ വേരിയേഷൻ വാങ്ങുന്നത് എന്നിട്ട് ജനങ്ങളോട് പറയും ഇത് ഹറാമാണെന്ന്. എന്നിട്ട് പറയും ചോദ്യപേപ്പർ അടിക്കാനാണ് ഞങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത്. എന്താ ചോദ്യപേപ്പർ ചില്ലറ കാര്യമാണോ? ഇങ്ങനെ സമൂഹത്തെ 2 തരത്തിൽ ട്രീറ്റ് ചെയ്യുന്ന, വിരുദ്ധമായ സ്വഭാവത്തിൽ സ്വന്തം പ്രവർത്തിക്കുകയും സമൂഹത്തെ മറ്റൊരു തരത്തിൽ ട്രീറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഈ ഇരട്ടത്താപ്പ് നിർത്തുകയും സത്യമായി സമൂഹത്തോട് പറയാൻ കെൽപ്പുണ്ടാവുകയും വേണം. പഴയ കാലത്ത് നിങ്ങളറിയുമോ, ഐക്യസംഘം എന്ന് പറയുന്ന കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഐക്യസംഘം ഉണ്ടാക്കിയപ്പോൾ ഐക്യസംഘം ഒന്നാമതെടുത്ത തീരുമാനം എന്തായിരുന്നെന്നറിയോ? ഒരു ബാങ്ക് തുടങ്ങണം എന്നുള്ളതായിരുന്നു. ഇങ്ങനെ പറയുന്ന ഉഡായിപ്പ് ഇസ്ലാമിക് ബാങ്കല്ല, സാക്ഷാൽ ബാങ്ക്. ഒരു ബാങ്ക് തുടങ്ങണം എന്നുള്ളതായിരുന്നു. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അതിനോട് വിയോജിച്ചുകൊണ്ടൊരു കുറിപ്പെഴുതി അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമിച്ചത് കൊണ്ട് മാത്രമാണ് അത് ഇല്ലാതായി പോയത്. അതിന് പൊളിറ്റിക്കലായ വേറെ കാരണങ്ങളുണ്ട്. ഐക്യസംഘത്തിൻ്റെ ഒന്നാമത്തെ തീരുമാനം ബാങ്ക് തുടങ്ങണമെന്നാ. കാത്തലിക് സിറിയൻ ബാങ്ക് പോലെ ഒരു മുസ്ലിം ബാങ്ക് തുടങ്ങണം, ഇതായിരുന്നു. ഈ ചരിത്രമൊക്കെ കേരളത്തിലുണ്ട്. പല ബാങ്കുകളുടെയും ഡയറക്ടർമാർ മുസ്ലിങ്ങളായിരുന്നു, മുസ്ലിം നേതാക്കളായിരുന്നു. ഇന്നും അല്ലേ
എന്നിട്ട് വിരുദ്ധങ്ങളായ അഭിപ്രായങ്ങൾ പറഞ്ഞ് സമൂഹത്തെ പിറകിലേക്ക് നയിക്കുന്നതിൽ നിന്ന് പിന്മാറണം. നിങ്ങൾ ഇസ്ലാമിക വിശ്വാസമനുസരിച്ച്, ഇസ്ലാമിക പ്രമാണമനുസരിച്ച്, 4 മദ്ഹബുകളുടെ ഇമാമുകളുടെ അഭിപ്രായമനുസരിച്ച്, ഖുർആൻ അനുസരിച്ച്, നിലവിൽ ജീവിക്കുന്ന മഹാപണ്ഡിതന്മാരായ പലരുടെയും അഭിപ്രായമനുസരിച്ച് ബാങ്ക് പലിശ ഹറാമല്ല. ബാങ്കിൽ നിന്ന് കിട്ടുന്നത് ഇസ്ലാം നിരോധിച്ച പലിശയേ അല്ല. നിസ്സംശയം ഇത് സമൂഹത്തിന് പിന്തുടരാവുന്നതാണ്. അതോടൊപ്പം വ്യക്തിതലത്തിൽ കടം കൊടുക്കുന്നതും വാങ്ങുന്നതും കടം കൊടുക്കുന്നയാൾക്ക് നഷ്ടമില്ലാതെ വരുന്ന വിധത്തിൽ അതിനെ ക്രമീകരിക്കുകയും വേണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അദീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ സയ്യിദിൽ കൗനൈനി മഹ്ബൂബി റബ്ബിൽ മശ്രിഖൈനി വൽ മഗ്രിബൈൻ ഖാതമിൽ അംബിയാഇ സയ്യിദിൽ മുർസലീൻ മുറാദിൽ മുഷ്താഖീൻ മഹ്ബൂബിൽ ആശിഖീൻ ജദ്ദിൽ ഹസനി വൽ ഹുസൈൻ സാഹിബിൽ ഹറമൈനി വബ്നി ദബീഹൈൻ സയ്യിദിനാ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി ബിൻ അബ്ദുൽ മുത്തലിബ് സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി الذين جاهدوا بأموالهم في سبيل الله وباعوا نفوسهم لدين الهدى رضي الله عنهم ورضوا عنه ذلك لمن خشي ربه. സഹോദരന്മാരെ, സഹോദരികളെ, തഖ്വയുള്ളവരായിരിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു അതിനെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അനിവാര്യമായും പരാമർശിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഇൻഷുറൻസ്. ഇൻഷാ അല്ലാഹ് അതേ സംബന്ധിച്ച് നമുക്ക് അടുത്ത ഖുതുബയിൽ പരാമർശിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. പല വിധത്തിലുള്ള ഇൻഷുറൻസുകളുമുണ്ട്. അത് സംബന്ധമായ ആളുകൾക്കിടയിൽ വലിയ സംശയങ്ങളും നിലനിൽക്കുന്നുണ്ട്. അത് പഠിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇന്ന് നമ്മുടെ വീടകങ്ങളിലൊക്കെ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണുകളിലൂടെ ലഭിക്കുന്ന ചില സൗകര്യങ്ങൾ ഉപയോഗിച്ച് വായ്പ എടുത്ത് കുടുങ്ങുന്ന ധാരാളം ആളുകളുണ്ട്. എനിക്ക് അത്തരം ആളുകളോട് പറയാനുള്ളത്, വരുമാനത്തിനനുസരിച്ച് ചിലവഴിക്കാനും അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാനും പഠിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇന്ന് ക്രെഡിറ്റ് കാർഡുകളുടെയും ഓൺലൈൻ വ്യാപാര വ്യവസായങ്ങളുടെയും ഒരു കാലമാണ്. കയ്യിൽ പണമില്ലെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ കഴിയുന്ന ഒരു കാലമാണ്. ഇത് മനുഷ്യനെ വലിയ അപകടങ്ങളിൽ കൊണ്ടുവന്നെത്തിക്കും. പണമില്ലാത്തതൊരു പ്രശ്നമാവില്ല, സാധനം വാങ്ങും, അടക്കാൻ കഴിയാതിരിക്കും. അപ്പോൾ ഇത്തരം ഓൺലൈൻ വ്യവസായങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, എനിക്കാര്യം പഠിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തി എന്നുള്ള നിലക്കാണ് ഞാൻ പറയുന്നത്. ഇത്തരം ഓൺലൈൻ വ്യാപാരങ്ങളിലൂടെയും വ്യവസായങ്ങളിലൂടെയും വാങ്ങുന്ന സാധനങ്ങളോ അല്ലെങ്കിൽ ഇത്തരം ഓൺലൈൻ വാലറ്റുകളിലൂടെ എടുക്കുന്ന കടങ്ങളോ അനിവാര്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല, അനിവാര്യമായ സാധനങ്ങളല്ല എന്നുള്ളത് വസ്തുതയാണ്. ഓഫർ വല്ലതും കാണുമ്പോൾ സാധനങ്ങൾ വാങ്ങും. അത് വീട്ടിൽ ആവശ്യമാണോ, അങ്ങനെയുള്ള ഒന്നുണ്ടോ, ഇല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ആവശ്യമാണെന്ന് മാത്രം നോക്കിയാൽ പോരാ. ഈ സാധനം ഇപ്പോൾ ഞാൻ വാങ്ങിയില്ലെങ്കിൽ എന്താണ് എനിക്ക് സംഭവിക്കുക, ഇതും കൂടി ആലോചിക്കണം. എൻ്റെ വീട്ടിലെന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ലെങ്കിൽ വാങ്ങണ്ട, റെഡി കാശ് കൊടുത്ത് വാങ്ങിയാൽ മതി. അപ്പോൾ ഓൺലൈൻ വ്യാപാരത്തിലൂടെ പലരും ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ EMI വെച്ചുകൊണ്ട് വാങ്ങുന്ന പലതും അനിവാര്യമായ സാധനങ്ങളേ അല്ല. അതില്ലെങ്കിലൊരു പ്രശ്നം ഉണ്ടാവില്ല. തൽക്കാലം അതില്ല എന്നുള്ള പ്രശ്നം, സങ്കടം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് പിന്തിരിയാൻ ഇതിനൊക്കെയാണ് തഖ്വ എന്ന് പറയുന്നത്. തഖ്വ എന്ന് പറയുന്നത് നിങ്ങളുടെ തട്ടമോ തൊപ്പിയോ നിങ്ങളുടെ താടിയോ നിങ്ങളുടെ പർദ്ദയോ ഒന്നുമല്ല. പിന്നെയോ ഇത്തരത്തിലുള്ള ജീവിതത്തിലെ അച്ചടക്കങ്ങൾക്കാണ് തഖ്വ എന്ന് പറയുന്നത്. ഇത് വാങ്ങിയിട്ടില്ലെങ്കിൽ എനിക്ക് വല്ല കുഴപ്പമുണ്ടോ, എൻ്റെ വീട്ടിൽ വല്ല കുഴപ്പമുണ്ടോ, ഇല്ലെങ്കിൽ തൽക്കാലം അത് വാങ്ങണ്ടാന്ന് വെക്കാണ്ട് ഇച്ഛാശക്തി ഉണ്ടാകണം. ഇത് മനസ്സിലാക്കാൻ കഴിയണം. അതുപോലെ ലോൺ എടുക്കുക. എന്തിനാണ് ലോൺ എടുക്കുന്നത്? ലോൺ എടുക്കുന്നത് കുട്ടിക്ക് സ്കൂളിൽ വിനോദയാത്ര പോകണം, മറ്റെല്ലാ കുട്ടികളും പോകുന്നുണ്ട്, എൻ്റെ കുട്ടിക്കും പോകണം, തൽക്കാലം കാശില്ല, എന്ത് ചെയ്യണം? അപ്പോൾ ഒരു 5000 രൂപ എടുക്കുക. നിങ്ങൾക്ക് ലോൺ വേണം, നിരന്തരമായി ഫോൺ വിളിയുണ്ട്, നിങ്ങൾക്ക് ഇത് 5000 രൂപ, നിങ്ങൾക്ക് 1,00,000 രൂപ വരെ ലിമിറ്റ് നിശ്ചയിച്ചുകൊണ്ടുള്ള ലോൺ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ 5000 രൂപയും എടുത്തു. കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നിങ്ങളവിടെ ചെയ്യുന്ന 2 കുറ്റങ്ങളുണ്ട്. ഒന്ന്, കുട്ടിക്ക് നിങ്ങൾ ഒരു തെറ്റായ പാഠം നൽകുകയാണോ? കുട്ടിക്കൊരു തെറ്റായ പാഠം നൽകുകയാണ്. 2, നിങ്ങൾ ചെയ്യുന്നത് ഒരു ക്രൈമാണ് ചെയ്യുന്നത്. കാരണം തിരിച്ചടക്കാൻ നിങ്ങളുടെ കയ്യിൽ വകുപ്പില്ലെങ്കിൽ, ഇത് അനിവാര്യമല്ലെങ്കിൽ ഇത് നിങ്ങൾ എടുക്കാനേ പാടില്ല. ഇനി അനിവാര്യമാണെങ്കിൽ നിങ്ങൾക്ക് ബാങ്കിൽ പോകാം എന്നല്ലാതെ വാലറ്റുകൾ നിങ്ങൾ വിശ്വസിക്കരുത്. ഇങ്ങനെ 5000 രൂപ എടുത്താൽ
നിങ്ങൾ അങ്ങനെയുള്ള 1,000 അല്ല, 10,000 അല്ല, 100,000 അടച്ചാലും അതവിടെ കിടക്കും. കാരണം അടവ് തെറ്റിയാൽ പിന്നെ നിങ്ങൾക്ക് ആർക്കും കണക്ക് കൂട്ടാൻ കഴിയാത്ത, കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയാത്ത വിധത്തിലാണ് അതിൻ്റെ പലിശ അല്ലെങ്കിൽ അതിൻ്റെ കൂട്ടുപലിശ പോകുന്നത്. 5,000 എടുത്തെയാണ് 50,000വും 5 ലക്ഷവും അടച്ചാലും അവിടെ ബാക്കി പിന്നെയും 5 ലക്ഷം കിടക്കും. എത്രയോ അനുഭവങ്ങൾ നമുക്കുണ്ട്. അതുകൊണ്ട് ചെയ്യേണ്ടത്, ഈ ഖുത്ബ കേൾക്കുന്ന സഹോദരന്മാരോട്, വിശിഷ്യ സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കൈകളിലുള്ള മൊബൈൽ ഫോൺ വലിയ അപകടം പിടിച്ചതാണ്. അത് അപകടം പിടിച്ചതെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് സിനിമ കാണുന്നു, അല്ലെങ്കിൽ വീഡിയോ കാണുന്നു, അല്ലെങ്കിൽ യൂട്യൂബ് കാണുന്നു എന്നുള്ളതല്ല. മറിച്ച് നിങ്ങളുടെ സാമ്പത്തികമായ ഒരുതരം കുഴിയിലേക്ക് തള്ളിയിടുന്നതിന് വേണ്ടി നാനാവിധ ചതിക്കുഴികൾ ഒരുക്കി വെച്ചിട്ടാണ് അത് കാത്തിരിക്കുന്നത്. അതുകൊണ്ട് ലോൺ എടുക്കുക എന്നുള്ള സംവിധാനങ്ങളിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അനിവാര്യമാണെങ്കിൽ നാഷണലൈസ്ഡ് ബാങ്കുകളെ സമീപിക്കണം. അത് സമൂഹത്തെ സേവിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് സംവിധാനിച്ചിട്ടുള്ള പദ്ധതിയാണ്. അനിവാര്യമാണെങ്കിൽ അങ്ങോട്ട് പോകണം. അതിലൊരുപാട് നൂലാമാലകൾ ഉണ്ടാവുമല്ലോ. നൂലാമാലകൾ ഉണ്ടാക്കണം എന്നല്ലേ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഖുർആൻ്റെ ഏറ്റവും വലിയ ആയത്ത് നൂലാമാലയെക്കുറിച്ച് പറയുന്ന ആയതാണ്. നിങ്ങൾ കടമെടുക്കുമ്പോൾ എഴുതണം, സാക്ഷികൾ വേണം, അതിന് ഇന്ന വ്യവസ്ഥ വെക്കണം, അതിന് ഇന്ന ജാമ്യക്കാർ വേണം. ഖുർആൻ നൂലാമാല ഉണ്ടാക്കിയിട്ടുണ്ട്. കടമിടപാടെന്ന് പറയുന്നത് നൂലാമാലയാണെന്നും ആ നൂലാമാല പേടിച്ചിട്ടെങ്കിലും ഇതിൽ നിന്ന് വിട്ടു നിൽക്കണം എന്നാണ് ഖുർആൻ പറയുന്നത്. അല്ലാതെ ഒരു ഞെക്കലിലൂടെ കിട്ടേണ്ടതല്ല കടം. ഒരുപാട് സങ്കീർണതകൾ ഖുർആൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഉണ്ടാക്കി വെച്ച് എന്തിനാ? അതെടുക്കാതിരിക്കാനും അതിന് പെടാതിരിക്കാനുമാണ്. അതിനു വേണ്ടിയാണ്. അതുകൊണ്ട് നൂലാമാലകൾ ഉണ്ടാകണം. ബാങ്കിൽ ലോൺ കിട്ടാൻ ഒരുപാട് കഷ്ടപ്പാടാണെന്ന് പറയൂലേ, കഷ്ടപ്പാട് ഉണ്ടാകണം. എളുപ്പത്തിൽ ലോൺ കൊടുക്കുന്ന ബാങ്ക് ഉണ്ടാകരുത്. ഇതാണ് ഖുർആൻ്റെ കാഴ്ചപ്പാട്. എളുപ്പത്തിന് ലോൺ കൊടുക്കുന്ന ബാങ്ക് ഉണ്ടാകരുത്. ഒരുപാട് കടലാസുകൾ വേണം, അത് ചോദിക്കണം, അത് പിന്നെ അഡ്വക്കേറ്റ് പരിശോധിക്കണം, അതിൻ്റെ ലീഗൽ NOC വേണം. ഇതൊക്കെ ഉണ്ടായിട്ട് അതൊക്കെ റെഡിയായതിനു ശേഷം മാത്രമേ ലോൺ കൊടുക്കാവൂ. അങ്ങനെ അത് ഖുർആൻ്റെ നിലപാടാണ്. അത് ബാങ്ക് കണ്ടുപിടിച്ചതല്ല, അത് ഖുർആൻ പഠിപ്പിച്ചതാ. അങ്ങനെയുള്ള നൂലാമാലകളിലൂടെ കടന്നു പോയിട്ട് ലോൺ വാങ്ങാവൂ, അങ്ങനെ ലോൺ കൊടുക്കാവൂ. എങ്കിലേ ലോണായിട്ട് നിലനിൽക്കുള്ളൂ. അല്ലാതെ ഒരു ഞെക്കിലൂടെ നിങ്ങൾക്ക് കിട്ടിയാൽ ഇന്ന് കാണുന്ന പോലെ ആത്മഹത്യകളുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും, ഗുണ്ടാ സംഘങ്ങൾ വരും, വീട്ടിൽ കയറി നിരങ്ങും, സ്ത്രീകളെ അപമാനിക്കും. ഇതൊക്കെ സംഭവിക്കും. അതുകൊണ്ട് ലോണെന്ന് പറയുന്നത് വളരെ സങ്കീർണമായൊരു ഇടപാടായിട്ട് തന്നെ നിലനിൽക്കണം. അതിൻ്റേതായ എല്ലാ നോംസും കണ്ടീഷൻസും ഉണ്ടാവണം. അങ്ങനെയാണ് പോകേണ്ടതെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. അതിനാൽ കയ്യിലുള്ള വാലറ്റ്, ആ ഡിവൈസ് വളരെ അപകടം പിടിച്ചതാണെന്നും അതിലൂടെ ലോൺ വേണമെന്ന് ചോദിച്ച് പലരും വിളിക്കുമെന്നും അത് അപകടക്കെണിയാണെന്നും തൻ്റെ ജീവിതത്തിൽ തന്നെ ചോദ്യം ചെയ്യുന്ന, തൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷം നഷ്ടപ്പെടുത്തി കളയുന്ന, തൻ്റെ ജീവിതത്തിൻ്റെ വർണ്ണങ്ങളെ ഇല്ലാതാക്കി കളയുന്ന വലിയ കുഴിയാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് വേണം പെരുമാറാൻ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.